തളിരോല കൈനീട്ടും കതിരോനെ പോലെ അവൻ എന്നെ കണ്ടിരുന്നാലോ പറയാൻ വയ്യാതെ പാടാൻ വയ്യാതെ കിളിവാതിൽ പാതിയിലൂടെ കൺകുളിരെ ഞാൻ കാണും കണ്ണോടു കണ്ണിടയും കണ്ണാടിക്കൈയിൽ കല്യാണം കണ്ടോ കാക്കാത്തിക്കിളിയേ ഉള്ളത്തിൽ ചെണ്ടുമല്ലിപ്പൂവെറിഞ്ഞൊരാളുണ്ടോ അഴകോലും തമ്പ്രാനുണ്ടോ കണ്ണാടിക്കൈയിൽ കല്യാണം കണ്ടോ. വാർഷികത്തിന് പാട്ട് പാടിയിട്ടുണ്ട്. ഈ പാട്ടാണ് പാടിയത്. അപ്പോൾ കരോക്കെയൊക്കെ വെച്ചിട്ടാണ് പാടിയത്. കോപ്പിറൈറ്റ് വന്നാലോ എന്ന് പറഞ്ഞിട്ടാണ് വീഡിയോസ് ഇടാത്തത്. അപ്പോൾ വളരെയേറെ ടെൻഷനിലാണ് കയറിയത്. അപ്പോൾ പൊതുസമ്മേളനമൊക്കെ കഴിഞ്ഞ ശേഷം ഞങ്ങൾ സ്റ്റേജിൽ നിന്ന് ഇറങ്ങാൻ നേരത്ത് മാഷ്, ഞാൻ ഒട്ടും പ്രതീക്ഷിക്കാതിരുന്ന സമയമാണ്. കാരണം പ്രോഗ്രാം ഉണ്ടെന്നറിയാം, പക്ഷേ അത് അത്ര പെട്ടെന്ന് ഉണ്ടാവുമെന്ന് വിചാരിച്ചില്ല. അപ്പോൾ സമ്മേളനം കഴിഞ്ഞിട്ട് സ്റ്റേജിൽ നിന്ന് ഇറങ്ങുന്ന സമയത്ത് മാഷ് അടുത്തതായി MT പ്രസിഡൻറ്റിൻ്റെ ഒരു ഗാനത്തോടു കൂടി നമുക്ക് പ്രോഗ്രാം ആരംഭിക്കാമെന്ന് പറഞ്ഞപ്പോൾ ഞാൻ ആകെ ടെൻഷനായിപ്പോയി. കാരണം പെട്ടെന്ന് പറഞ്ഞത് കാരണം നമുക്ക് ഒന്നുകൂടി സെറ്റാകാൻ പറ്റിയില്ല. പക്ഷേ കരോക്കെ വെക്കാൻ വേണ്ടിയിട്ടേ ഫോൺ കൊടുക്കാൻ നിന്നപ്പോൾ കണക്റ്റഡ് ആവാൻ കുറച്ച് താമസിച്ചു, ഒരു 5-10 മിനിറ്റ് താമസിച്ചു. അപ്പോൾ ഞാൻ സ്റ്റേജിൽ നിൽക്കുകയാണ്. അപ്പോൾ സ്റ്റേജിൽ നിൽക്കുമ്പോൾ ആ സമയം കൊണ്ട് നമുക്ക് സ്റ്റേജിൻ്റെ ആ ഒരു വിറയിൽ മാറിക്കിട്ടി. കുഴപ്പമില്ലാതെ പാടാൻ പറ്റി. വലിയൊരു സന്തോഷം. ഞാൻ മനസ്സിൽ പ്രതീക്ഷിച്ചതിനേക്കാളും നന്നായിട്ട് അവതരിപ്പിക്കാൻ പറ്റിയെന്ന് എനിക്ക് തോന്നി. കേട്ട ആൾക്കാരും വലിയ മോശമൊന്നും പറഞ്ഞിട്ടില്ല. അപ്പം ഇനി തുടരുക എന്ന് പറഞ്ഞു. ഒരുപാട് പേര് നല്ല അഭിപ്രായങ്ങൾ പറഞ്ഞു. നന്നായിട്ടുണ്ട് എന്ന് പറഞ്ഞു. പ്രതീക്ഷിച്ചിട്ടില്ല. കാരണം MT പ്രസിഡന്റ് എന്നുള്ള നിലയിൽ അറിയാം, പക്ഷേ പാട്ട് പാടുന്നുള്ളത് ആർക്കും അറിയില്ലായിരുന്നു എന്ന് പറഞ്ഞു. അപ്പോൾ നമുക്ക് ചെറിയ ചെറിയ അഭിനന്ദനങ്ങൾ തന്നെ വളരെയേറെ സന്തോഷം മനസ്സിൽ. അപ്പോൾ അങ്ങനെ ഒരു പരിപാടി കഴിഞ്ഞു എന്ന് പറയാം. എല്ലാ പ്രോഗ്രാമും നന്നായി. അമ്പുക്കുട്ടൻ്റെ ഡാൻസൊക്കെ വിചാരിച്ചതിലേറെ ഭംഗിയായി നടന്നു. അങ്ങനെ സ്റ്റേജിൽ കയറി ഒരു പാട്ടും പാടി മാനസികമായിട്ട് വളരെയേറെ സന്തോഷം. അപ്പോൾ എല്ലാവരുമായിട്ട് അതൊന്ന് പങ്കുവയ്ക്കാൻ വന്നതാണ്. ഓക്കെ, ബൈ ബൈ. അപ്പോൾ അമ്പുവിൻ്റെ സ്കൂൾ വാർഷികത്തിന് ചീഫ് ഗസ്റ്റായിട്ട് വന്നത് പ്രശസ്ത ചലച്ചിത്ര സംവിധായകൻ രവിവർമ്മ സാറാണ്. അപ്പോൾ അദ്ദേഹത്തിൻ്റെ കൂടെ ഒരു ഫോട്ടോ എടുക്കാൻ പറ്റി. ഞങ്ങൾ കിട്ടിയ അവസരം പാഴാക്കിയില്ല. പോയിട്ട് നിന്നിട്ട് ഒരു സെൽഫി കൊടുത്ത് അത് ഗ്രൂപ്പിൽ പോസ്റ്റ് ചെയ്യുന്നതായിരിക്കും. അങ്ങനെ ചെറിയ ചെറിയ സന്തോഷങ്ങൾ. പ്രോഗ്രാം അവതരിപ്പിക്കാൻ പറ്റി. പഠിപ്പിച്ച ഡാൻസൊക്കെ നന്നായിട്ട് അവതരിക്കാൻ പറ്റി. അതൊക്കെ അപ്പോൾ നിങ്ങളുടെയായിട്ടൊന്ന് പങ്കുവയ്ക്കുക. ഈ പാട്ടാണ് കേട്ടോ ഞാൻ പാടിയത്. കണ്ണാടിക്കൈയിൽ ആ പാട്ടാണ് കരോക്കെ വെച്ച് പാടിയത്. കരോക്കെ ഉള്ള കാരണം ഞാൻ ഗ്രൂപ്പിൽ പോസ്റ്റ് ചെയ്യാത്തതാണ്.